ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ ദീപക് മൽ വ്ളോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ വ്ളോഗാണ്. ഈ ഒരാഴ്ചയിൽ ഒരുപാട് മലയാള ചിത്രങ്ങളും അതുപോലെ തന്നെ അന്യഭാഷ ചിത്രങ്ങളും OTT റിലീസിന് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനെ കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ത്രയം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, സണ്ണി വെയിൻ, അതുപോലെ ഡെയിൻ, ചന്തുനാഥ്, അജു വർഗീസ്, അനാർക്കിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ത്രയം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് വന്ന് വായിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഒരു ജാതി ജാതകം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ, ബാബു ആന്റണി, നിഖില വിമൽ, ഇഷ തൽവാർ, അതുപോലെ തന്നെ മൃദുൽ, പി കൃഷ്ണകുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിലൂടെ തന്ന ചിത്രമായിരുന്നു ഒരു ജാതി ജാതകം എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈം, മനോരമാക്സ്, സിംപ്ലി സൗത്താണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 14 ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും മനോരമാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡൊമിനിക്കൻ ലേഡീസ് ബഡ്സ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മുക്ക, ഗോകുൽ സുരേഷ്, അതുപോലെ തന്നെ സിദ്ദിഖ്, അതുപോലെ തന്നെ ഗൗതം വാസുദേവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ഡൊമിനിക് എന്ന് പറയുന്നത്. ഡൊമിനിക്കൻ ലേഡീസ് ബഡ്സ് എന്ന് പറയുന്നത് ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 14 ആമസോൺ പ്രൈമിലൂടെ സർപ്രൈസ് റിലീസിന് എത്തുന്നുള്ള ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പൊന്മാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ സജിൻ ഗോപു, ദീപക് പറമ്പോൾ, അതുപോലെ തന്നെ ആനന്ദ് മന്മഥൻ എന്നിവർ, അതുപോലെ തന്നെ ലിജമോൾ എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു മലയാളം മൂവിയായിരുന്നു പൊന്മാൻ എന്ന് പറയുന്നത്. ജനുവരിയിൽ തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ജിയോ ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 14 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാള ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കട്ടീസ് ഗാങ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉണ്ണിലാലു, അതുപോലെ തന്നെ സജിൻ ഗോപു, അൽതാഫ് സലീം, പ്രമോദ് വെളിനാട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു കട്ടീസ് ഗാങ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ബന്ധപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് സൺനെസ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 14 സൺനെസ്റ്റിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റിംഗ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രവീൺ രാജ്, അതുപോലെ തന്നെ വിവേക് പ്രസന്ന, അർജുനൻ, സാക്ഷി അഗ്രവാൾ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിധത്തിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു റിംഗ് എന്ന് പറയുന്നത്. ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 14 സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. 2K ലവ് സ്റ്റോറി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജഗവീർ, അതുപോലെ തന്നെ ബാലചരവണൻ, അതുപോലെ തന്നെ ആന്റണി ഭാഗ്യരാജ്, മീനാക്ഷി ഗോവിന്ദരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഫെബ്രുവരി മാസം 14 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട കണക്കൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു തമിഴ് മൂവിയായിരുന്നു 2K ലവ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലൂടെ തന്ന ചിത്രമാണ്. ഈ ചിത്രം ഈ വരുന്ന മാർച്ച് 14 ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്വ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നാട്യ സുബ്രഹ്മണ്യം കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമാണ് സ്വ എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന മാർച്ച് 14 നമ്മുടെ ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നിലാവുക്ക് എന്മേലെ എന്നടി കോപം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മാത്യു തോമസ്, പവീഷ് നാരായൺ, അതുപോലെ തന്നെ R ശരത് കുമാർ, അനഹ സുരേന്ദ്രൻ, അതുപോലെ തന്നെ പ്രിയ പ്രകാശ് വാര്യർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച് ധനുഷ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു കോമഡി ഡ്രാമ ഭാഗത്തിലെടുത്തുന്ന റൊമാൻറ്റിക് കോമഡി ഡ്രാമ ഭാഗത്തിലെടുത്തുന്ന ചിത്രമായിരുന്നു നിലാവുക്ക് എന്മേലെ എന്നടി കോപം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 21 ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അതിന് മുമ്പ് ചിലപ്പോൾ ചിത്രം ലീക്ക്ഡ് റിലീസിന് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കാതൽ എൻപതും പൊതു ഉദുമൈ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കമലേഷ് രാമനാഥ്, അതുപോലെ തന്നെ വിനീത്
അജിത്, രോഹിണി, ലിജോ മോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ പോലത്തിലെടുത്താവുന്ന ഒരു തമിഴ് മൂവിയാണ് കാതൽ 80 പൊതു ഉദുമൈ എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ടെൻഡക്കോട്ടയിലൂടെ ഈ വരുന്ന മാർച്ച് 14-ാം തീയതി ടെൻഡക്കോട്ടയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രാമരാഘവം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സമുദ്രകനി, അതുപോലെ തന്നെ ധൻരാജ് കൊരനനി, ആരിഷ് ഉത്തമൻ, അതുപോലെ തന്നെ വെനില കിഷോർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു തെലുങ്ക് ലാംഗ്വേജ് ഒരു ഫാമിലി ഡ്രാമ ഭാഗത്തിലെടുത്ത ചിത്രമായിരുന്നു രാമരാഘവം എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന മാർച്ച് 14-ാം തീയതി തെലുങ്ക് പ്രാദേശിക OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള ETV മുന്നിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഏജന്റ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അഖിൽ അക്നേനി, മമ്മൂക്ക എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് 2023 ഏപ്രിലിൽ തിയേറ്ററിൽ ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നമ്മുടെ ഏജന്റ് എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയ വിജയം നേടാതെ പോയി അട്ടപ്പാട്ടല മൂഞ്ചി എന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഈ വരുന്ന മാർച്ച് 14-ാം തീയതി നമ്മുടെ സോണി ലീവിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ചിത്രം ഇപ്പോൾ മാർച്ച് 14-ാന്ന് പറയുമ്പോൾ ഇന്ന് ചിത്രം വൈകിട്ടോടുകൂടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വനവാസ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നാന പടേക്കർ, അതുപോലെ തന്നെ ഉത്കർഷ് ശർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഫാമിലി ഡ്രാമ പോലത്തിലെടുത്താകുന്ന ഒരു ചിത്രമായിരുന്നു വനവാസ് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന മാർച്ച് 14-ാം തീയതി C5 ഹിന്ദി ഭാഷയിലൂടെ ഡയറക്റ്റ് OTT റിലീസ് നടത്തുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബി ഹാപ്പി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അഭിഷേക് ബച്ചൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ ഭാഗത്തിലെടുത്ത ചിത്രമാണ് ബി ഹാപ്പി എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന മാർച്ച് 14-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്താണ്. മലയാള ഭാഷയടക്കം പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ ഈ ഒരു കൊച്ചു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ടെസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിദ്ധാർത്ഥ്, അതുപോലെ തന്നെ മാധവ്, നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമ വിഭവത്തിലെടുത്താകുന്ന ചിത്രമാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ചിത്രം ഈ വരുന്ന ഏപ്രിൽ 4-ാം തീയതി പാൻ ഇന്ത്യ ഭാഷയിൽ തമിഴ് ഉൾപ്പെടെയുള്ള തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം ഈ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഏപ്രിൽ 4-ന് നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മുഫാസിയ ദ ലയൺ കിങ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു ആനിമേറ്റഡ് മൂവി ആയിട്ടുള്ള ലയൺ കിങ്ങിനെ കുറിച്ചുള്ള ചിത്രമായിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 26-ാം തീയതി പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡ്രാഗൺ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രദീപ് രംഗനാഥൻ, അതുപോലെ തന്നെ അനുപമ പരമേശ്വരൻ, കയാദു രാഹുൽ, മിഷ്കിൻ, അതുപോലെ തന്നെ നമ്മുടെ ഗൗതം വാസുദേവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലെടുത്ത ചിത്രമായിരുന്നു ഡ്രാഗൺ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം, ഏകദേശം 10 ദിവസം കൊണ്ട് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ട് നടന്നു. ഈ ചിത്രം ഈ വരുന്ന മാർച്ച് 21-ാം തീയതി മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഓൾറെഡി ചിത്രത്തിൻ്റെ ലീക്ക് റൂട്ടിൻ്റെ റിലീസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം മാർച്ച് 21 വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പൈങ്കിളി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സജിൻ ഗോപു, അനശ്വര രാജൻ, അബു സലീം, അതുപോലെ തന്നെ ചന്തു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലെടുത്ത ചിത്രമായിരുന്നു പൈങ്കിളി എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 21-ാം തീയതി ആമസോൺ പ്രൈമിലൂടെയും അതുപോലെ തന്നെ മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ ചമ്പൻ വിനോദ് ജോസ്, സൗബിൻ സാഹിർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്ത ചിത്രമായിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള സോണി ലീവ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 21-ാം തീയതി സോണി ലീവിടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. പക്ഷേ ചിത്രം സോണി ലീവ് സാധാരണ അങ്ങനെ ഒരു മാസത്തിലൊരു ചിത്രമാണ് ഇറക്കാറുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റഹ്മാൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ ആൻസൺ ബോൾ, ബിബിൻ ജോർജ്, ബാബു ആന്റണി, അതുപോലെ തന്നെ അർസിൽ അശോകൻ, സൈജു കുറുപ്പ് എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ഒമർ ഫണ്ട് എന്ന് പറയുന്ന ചിത്രമായിരുന്നു നമ്മുടെ ബാഡ് ബോയ്സ് എന്ന് പറയുന്നത്. ഓണത്തിനെ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് മനോരമ മാക്സും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 14-ാം തീയതി മനോരമ മാക്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി.